ഹായ് അനു അനു ഹായ്. ഹലോ. അടിപൊളി. കൺഗ്രാറ്റ്സ്. ഓ പോയി പോയി. ആണോ ഷിയ? എന്താടാ സുഖല്ലേ? എനിക്കിന്ന് മനസ്സിലായി. ഗൈസ് ഹാദീസ് റേസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഞാനുള്ളത് ഇപ്പം എവിടെ? ഓള് ചായ ആയിട്ട് വന്നിട്ടോ ഗൈസ്. ഞങ്ങൾ ഇന്ന് ഞങ്ങളെ വീടിനടുത്ത് ശബനത്താത്തൻ്റെ മോളെ ചെറിയൊരു പരിപാടിയാണ്. അപ്പം ഞങ്ങൾ തലേന്നത്തെ എന്താ പറയുക ഒരുക്കാരങ്ങൾ എന്നൊക്കെ പറയില്ല, നാളെയാണ് പ്രോഗ്രാം. അപ്പം ഞങ്ങളിപ്പോൾ ഇതാക്കുന്ന എന്താ പറയുക ഇത് അവിടെ മെഹന്തിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇട്ടില്ല കേട്ടോ ഗൈസ്, ഇടണം എനിക്ക്. ഞങ്ങൾ നല്ല ആഘോഷിക്കാൻ പോവുകയാണ് ഗൈസ്. അതെ അതെ, നാളെയാണ് പരിപാടി, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് തലേന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ പറയാ സാമ്പാർ ഉണ്ടാക്കലാണ്. ഷംനുണ്ട്, എല്ലാരും ഉണ്ട്. അതാ പെണ്ണതാക്കണം മൈലാഞ്ചി ഇടുന്നു. പെണ്ണിനെ കാണിച്ചു തരാം ഗൈസ്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഓക്കെ, പെണ്ണ് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മെഹന്തി ഇടുന്നത് ആരാ? നെജ. നെജ ഒന്നും കൂടെ നോക്കൂ. നെജ നെജ ഹായ് നെജ. ഹായ് ഗൈസ്. ഇവിടെ വിളിച്ചാണ്ട് കേട്ടോ മെഹന്തി ഒക്കെ ഇടാൻ. നല്ല അടിപൊളിയായിട്ടുള്ള എന്റെ കാണിക്കാമിയെ ഇതാ ഗൈസ്, നന്നായിട്ട് സൂപ്പർ ആയിട്ടുള്ള കേട്ടോ. ഇതാ ഞങ്ങളെ ഷംന ഇവിടെ സാമ്പാർ. എന്താ എനിക്ക് പരിപാടി മോളെ? സാമ്പാർ വെച്ചു കൊടുക്കോ? എടി നിങ്ങളതില്ലേ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് എന്താ പറയാ? ഞങ്ങളെ പരിപാടിയിൽ ഇവിടെ എനിക്ക് എന്താന്ന് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും നടത്താറില്ലല്ലേ? കുറവാ. ഇവിടെ ഇവര് കോഴിക്കോട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ പ്രോഗ്രാം. നമ്മളെവിടെ കൊടുവള്ളിക്കാരും അങ്ങനെ നടത്താറില്ല. നടത്താറില്ല. ഞങ്ങള് ആരും അറിയാണ്ട് 7 കുളിക്കല് അങ്ങനൊക്കെ സംഭവമുണ്ട്. എന്നിട്ട് കുടുംബക്കാർ വന്ന് ചെറിയൊരു പരിപാടി അത്രേ ഉള്ളൂ. എല്ലാരും അറിയിച്ച് നടത്താറില്ല കേട്ടോ. ഇവര് കോഴിക്കോട്ടുകാരാണ്. ഇവരെ ഫാമിലി മൊത്തം സെയ്തുക്ക ശബനത്തവരൊക്കെ കോഴിക്കോട്ടുകാരായതുകൊണ്ടാണ്. ഇനി വൈദ്യുതി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അവിടെ വെച്ചോ. അതെ അതെ അതെ. അപ്പം ഇവര് ആര് അല്ല പണി എടുക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ, പണി എടുക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല. അല്ല, ഞാന് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് സാമ്പാർ വെക്കുന്ന കാര്യം പറഞ്ഞത്. അല്ലെ ശബനത്ത? അതെ, ശബനത്താനോട് ചോദിച്ചത്. ആണല്ലേ ശബനത്ത, നിങ്ങള് പിന്നെ കോഴിക്കോട്ടുകാര് ഇങ്ങനത്തെ പരിപാടി ഇങ്ങനെ ആഘോഷാക്കിട്ടല്ലേ കഴിക്ക? നിങ്ങക്ക് ഈ പിന്നെ മുല്ലപ്പൂ ഒക്കെ വെക്കില്ല നാളോള്? പിന്നെ ഡാൻസ് പാട്ട് ആണല്ലേ? അതാണ് മോളാണ്. അതെ ഗൈസ്, ശബന്താത്ത കാകയുള്ള മോണ. ഇവല് കോഴിക്കോട്ടുകാര് ആകെയുള്ള. അപ്പൊ റീലോ? അല്ല, റീല് കൊണ്ട് അവള് ചെറുതാ. ഇനി എന്നത് പൊട്ട് വെച്ച് വളർന്ന് വലുതാവാനാ? എന്നത് പൊട്ടിടാൻ ഇത് മണ്ണി കിടക്കത്തുള്ളൂ. ഇനി വളർന്ന് മുട്ടിട്ട് വലുതാവണ്ടേ? അപ്പഴത്തേക്ക് ഉണ്ടാവും അറിയില്ല. ഇപ്പൊ നമുക്ക് വലിയൊരു മോള് അവളെ ഉള്ളൂ. ഞങ്ങളത് അടിച്ച് പൊളിക്കും. അതെ അതെ. എന്റെ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവോ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്റെ സ്നേഹം കൂടെ ചേർത്ത് വെക്കും. അതെ അതെ അതെ, കഴിക്കാൻ പറ്റിയാ മതിയായിരുന്നു. അപ്പൊ ഗൈസ് ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കാം. അമർ ഓഫ് ചെയ്ത് അതാക്കുന്നത് ഇവര് അടിയാണ്. ഓയ് ഗൈസ്, ഓയ് ഓയ്, ഇവര് ക്യാമറ ഓഫ് ചെയ്താൽ ഇവര് ഇങ്ങനാണ് ഗൈസ്. അല്ലെങ്കിലോ എന്തൊരു പയഞ്ചല് പറയല്ലേ? സ്നേഹത്തില്. അതെ അതെ. ഒലിക്കുന്നേ ക്യാമറ ഓഫ് ചെയ്താ കഴിഞ്ഞ്. അങ്ങനെ ഗൈസ് ഇതാക്കുന്ന ഇവിടെ ചോറ് തീരി തുടങ്ങി. നെജ എന്തോരം ബീഫ് കഷ്ണം നെജ ഇങ്ങിയിട്ട്. ആമിത് അല്ല ഷംനതാക്ക് ഞങ്ങളൊക്കെ ചോറ് വാരി തരും കേട്ടോ. ഇനി അടുത്ത് കുഞ്ഞനിയത്തിക്ക് കുഞ്ഞാങ്ങള ഇതാക്കുന്നത് കയ്യിൽ തൊപ്പിട്ട് കൊടുക്കുന്നത്. സിമാൻ ഇങ്ങോട്ടൊക്കെ
അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എനിക്ക് ഒരു പാർട്ടി മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അതാക്കുന്ന പാർട്ടി മേക്കപ്പ് ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇതാക്കുന്ന ആമിൻ്റെ കുളിച്ചിങ്ങാണ്ട് വീട്ടിനുള്ളിലേക്ക് കയറുന്ന എന്തോ ചടങ്ങുകളൊക്കെ ആണ് കേട്ടോ. ഇവർക്ക് അങ്ങനത്തേക്ക് ഒരു ഇതുണ്ട്. ഇവർ കോഴിക്കോട്ടുകാരായതുകൊണ്ട് നമ്മളെ നാട്ടിലൊന്നും ഉള്ളതുപോലെയല്ല. ഇവർക്ക് പിന്നെ കുളിച്ച് നേരെ വരുമ്പം ഉപ്പനെ കാണാം, ഉപ്പക്ക് കൈ കൊടുക്കുക, ഉപ്പ പൈസ കൊടുക്കുക, അതേപോലെ മധുരം കൊടുക്കുക, അങ്ങനത്തെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ. ഓരോരോ നാട്ടിലേക്കും ഓരോരോ ഇതാണല്ലോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്യേണ്ടത് ഞാനാണ് കേട്ടോ. ഇവർക്കൊരു കല്യാണം പോലാണ് ഇവരെ ആഘോഷങ്ങൾ. കാരണം ഇവർ കോഴിക്കോട്ടുകാരായതുകൊണ്ട് ഇവർക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഇവളെ മേക്കപ്പ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അങ്ങനെ ഇവരെ മധുരം കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാക്കി നേരെ അവളെ മേക്കപ്പ് ചെയ്യാൻ ആമിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആമി, ആമിക്ക് സിമ്പിൾ മേക്കപ്പ് മതി എന്നാണ് ആമി പറഞ്ഞത്. നോക്കട്ടെ, മെഹന്തി ഒക്കെ ഇട്ട് നോക്കട്ടെ, ചോന്നിക്കല്ലോ നല്ലോണം. വാവ്, അടിപൊളി. കൈൻ്റെ അടിയിലുള്ള ആരിട്ടെന്നാമിയെ അത് നല്ലോണം ഒന്ന് കാണിക്കോ? വാവ്. അങ്ങനെ എന്താ മേക്കപ്പ് കഴിഞ്ഞോളെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ സെക്കൻഡ് മേക്കപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ആ തിരിഞ്ഞോ ഇങ്ങോട്ട് കയറി വരി. ആമിത മാറ്റി കഴിഞ്ഞു. ശരിക്കാമി അങ്ങോട്ട് തിരി. ഇതാണ് കേട്ടോളെ കോസ്റ്റ്യൂം. ഒക്കെ ചിരി വരുന്നു ഗൈസ്. അങ്ങനെ ഓലെ ഫാമിലിയിൽ ഒരുപാട് കുടുംബക്കാരൊക്കെ വന്നിട്ടോ. അങ്ങനെ അവർ സ്വർണം കൊടുക്കലും അതേപോലെ മധുരം കൊടുക്കലും അതേപോലെ ഡ്രസ്സ് കൊടുക്കലും അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും ഡ്രസ് കോഡിലൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറിനായി. എന്താണ് ഇവിടുത്തെ വിഭവം? ബിരിയാണി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു റിസപ്ഷൻ മേക്ക് ഓവറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പുനത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ അത് മേക്ക് ഓവർ. അതിൻ്റെ ഫൈനൽ ലുക്ക് മേക്ക് ഓവർ ആണ് കേട്ടോ. ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈസൽ മലബാറിൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നേ. മലബാർ ഫൈസൽ ഖാൻ്റെ വീട്ടിലോട്ട് ഹൗസ് വാമിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്ന റോഡാണിത്. അവരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. മാഷാഅല്ലാ, എന്ത് ഭംഗിയെന്നറിയും. ഫൈസൽക്ക് എത്ര ഭംഗിയായിട്ടാണ് ഇത് സെറ്റാക്കിയെന്ന് പറയും. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന പോലെയാണ്. ഇതൊരു ചുരമൊക്കെ കയറുന്നൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഇതിലിങ്ങനെ പോകുമ്പോൾ ഉള്ളത്. Make a U-turn. പറസു എന്താണ് മോളെ? നല്ല ഫ്രണ്ട്. Thank you for this wonderful gift. Really meaning a lot. The moment. Guys, ഇത് ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് ആണ് guys. ഹായ്. ഞങ്ങൾ ICC ടീംസ് എല്ലാവരും ഉണ്ട് ഇവിടെ. ആഘോഷം
ലോ 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 ആരും എടുക്കണ്ട, ഞാൻ എടുക്കും. ആർക്കും ഇതൊന്നും വേണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒത്തുകൂടിയ ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഫൈസൽ ഖാൻ്റെ ഹൗസ് വാമിങ്. അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി തന്നിട്ട് എൻ്റെ ഫുഡൊക്കെ കണ്ട് കണ്ണ് തള്ളി എന്നൊക്കെ പറയാമല്ലോ, അത്രമാത്രം ഫുഡുണ്ട് കേട്ടോ. വെറൈറ്റി ഫുഡുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന പല ഐറ്റംസ് എടുത്ത് പിന്നെ ഇതാക്കുന്ന ഞങ്ങൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എന്നിട്ട് കഴിക്കുന്നത്. ഡെസേർട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. കുനാഫയും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ടെൻഡർ ഫ്ലേവറിലുള്ള എന്തൊരു സാധനമുണ്ട്. അങ്ങനെ ഇതാക്കുന്ന ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്വീറ്റ് കഴിക്കുകയാണ് കേട്ടോ. പോട്ടെ ഇങ്ങനെ ഗൈസ് ഞങ്ങളിതാ തിരിച്ച് ഇതിലുള്ള നമ്മളെ ബിഗ് ബോസിൽ അനു ഷിയാസൊക്കെ ആണല്ലോ. ഹായ് അനു ഹായ്. അടിപൊളി, കൺഗ്രാറ്റ്സ്. പോയി ആണോ ഷിയ? എന്താ സുഖല്ലേ? എനിക്കിന്ന് മനസ്സിലായില്ലേ? എടാ മനസ്സിലായില്ലേ? അടിപൊളി, ഉഷാറ്. പോയി ഓക്കെടാ. ഒരുപാട് സെലിബ്രിറ്റികളെയും ഒരുപാട് ആക്ടേഴ്സും ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടോ. പല വ്യാപാര ഇതിലായാലും പല ഇതിൽ നിൽക്കുന്ന ഉന്നതിയിൽ നിൽക്കുന്ന പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങളിതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഈ ഒരു ഞായറാഴ്ചത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ബിസി ദിവസമായിരുന്നു കേട്ടോ. അത്രക്കും തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ ഈ രാത്രിയോടുകൂടി ഇത് എൻഡായി. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ.